നമസ്കാരം. ഇത് മുഖ്യമന്ത്രി വി.ഡി. സതീശൻ, അടുത്തത് രാഹുൽ ഗാന്ധി, പിന്നത്തത് അദാനി. അദാനി എന്ന് അക്കരെ നിന്നൊരു മാരൽ മുകേഷ് പറയുന്ന ഒരു ചിരിപ്പിച്ച ഡയലോഗ് ഉണ്ടല്ലോ, അതല്ലാട്ടോ ഇവിടെ ശരിക്കും അദാനിയാണ്. കേരളം മുതൽ ഡൽഹി വരെ മുഴങ്ങുകയാണ് അദാനിയുടെ പേര്. എന്താണ് അദാനിയുടെ കാര്യം? ഇപ്പോൾ അവരൊക്കെ തമ്മിൽ അദാനിയുമായി എന്താണ് ബന്ധം? ഇന്ത്യ മുന്നണിയിൽ കോൺഗ്രസ് ഉയർത്തിയ ഒരു പ്രശ്നത്തിൻ്റെ കേന്ദ്ര ബിന്ദുവായിരുന്നു അദാനി. ഇപ്പോഴും ഒരു കേന്ദ്ര ബിന്ദുവായി മാറുകയാണ് ആ മുന്നണി യോഗത്തിന് ശേഷവും. അദാനിയുമായി കൂട്ടുകൂടുന്നതിനെതിരായ രാഹുൽ ഗാന്ധിയുടെ നീക്കം പുതിയ വിവാദങ്ങൾക്ക് വഴി തുറന്നിരിക്കുന്നു. അതെങ്ങനെ വി.ഡി. സതീശനെ ബാധിക്കും എന്നല്ലേ നിങ്ങൾ ആലോചിക്കുന്നത്? നോക്കാം. കാര്യമായ ചില കാര്യങ്ങളുണ്ട്. ആദ്യം ഇന്ത്യ എന്താണെന്ന് അറിയണം. അതായത് ഇന്ത്യ മുന്നണി എന്താണെന്ന് അറിയണം. എന്താണ് ഇന്ത്യ മുന്നണി? ഒരു നീണ്ട ഇടവേളയ്ക്ക് ശേഷം യോഗം കൂടി. ആ യോഗത്തിൽ ഫുൾ ഘടകകക്ഷികളും അലമ്പാക്കി എന്ന് പറഞ്ഞാൽ കോൺഗ്രസിൻ്റെ ഇതുവരെയുള്ള അലമ്പിന് മറുപടി അലമ്പുണ്ടാക്കി. കോൺഗ്രസിൻ്റെ രാഷ്ട്രീയ നീക്കങ്ങൾ ചതിയുടേതാണ് എന്ന് ആരോപിച്ച് CPM മുതൽ തന്നെ രംഗത്തെത്തി. അങ്ങനെ കേരളത്തിൻ്റെ കാര്യം വന്നു. CPM BJP ഡീൽ ആരോപിച്ചതിനെതിരെ ബ്രിട്ടാസും CPIയുടെ D രാജയും ഒക്കെ രംഗത്തിറങ്ങി രാഹുൽ ഗാന്ധിക്കെതിരെ. രാഹുൽ പ്രതിരോധിച്ചു. ഒടുവിൽ പ്രതിരോധം മാറ്റി പിൻവാങ്ങി വിശദീകരിച്ചു. ചർച്ച ചെയ്യാം എന്ന് പറഞ്ഞു. കേരളത്തിലെ നേതാക്കന്മാർ പറഞ്ഞതാണ് ഞാൻ പറഞ്ഞത് എന്ന് പറഞ്ഞു. ആകപ്പാടെ വാർത്തകൾ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. രാവിലെ നമ്മളൊരു വീഡിയോ ചെയ്തിരുന്നല്ലോ. ഇനിയാണ് രസം, അതിനെക്കുറിച്ചാണ് നമ്മൾ പറയുന്നത്. രാഹുൽ ഗാന്ധിയെ ന്യായീകരിച്ച് NK പ്രേമേന്ദ്രൻ രംഗത്തെത്തിയെടുത്താണ് അടുത്ത അധ്യായം ആരംഭിക്കുന്നത്. പ്രേമേന്ദ്രൻ പറഞ്ഞു, രാഷ്ട്രീയമാകുമ്പോൾ കൗണ്ടർ വാദങ്ങളൊക്കെ പറയുക സാധാരണയാണ്. രാഹുൽ ഗാന്ധി പറഞ്ഞ അങ്ങനെ ഒരു കൗണ്ടറാണെന്നാണ് മൂപ്പര് പറയുന്നത്. അലിഗേഷന് കൗണ്ടർ അലിഗേഷൻ ഉന്നയിക്കാനുള്ള ബാധ്യതയുണ്ട്. അതാണ് രാഹുൽ ഗാന്ധിയും അതുപോലെ തന്നെ മല്ലികാർജുൻ ഖാർഗെ അടക്കമുള്ളവർ ചെയ്തത്. ആ കാര്യം ന്യായീകരിച്ചുകൊണ്ട് ഞാൻ യോഗത്തിൽ സംസാരിച്ചു. അപ്പോൾ വലിയ പ്രതീക്ഷയോടെ ഫാസിസത്തിനെതിരായി യുദ്ധം നയിക്കുന്ന രാഹുൽ ഗാന്ധി ഇത്ര സീരിയസ്നെസ് ഇല്ലാണ്ടാണോ, ഒരു കൗണ്ടർ ആരോപണമൊക്കെ ഉന്നയിച്ചിട്ടാണോ രാഷ്ട്രീയ പ്രവർത്തനം മുന്നോട്ട് കൊണ്ടുപോകുന്നത്? തെരഞ്ഞെടുപ്പ് പരിപാടിയായിട്ട് CPM BJP ഡീൽ ആരോപണം മൂപ്പര് ഉയർത്തിയത് ഓർമ്മയില്ലേ? ഇനിയിപ്പോൾ അത് NK പ്രേമേന്ദ്രൻ പറയും പോലെ തന്നെയാണ് എന്ന് തന്നെ വെക്കുക, ഒരു കൗണ്ടർ ആരോപണം എന്ന് വെക്കുക. V.D. സതീശനോ KC വേണുഗോപാലെങ്കിലുമോ പറഞ്ഞാൽ അത് മനസ്സിലാക്കാം. ഇത് CPM കൂടി പങ്കാളിയായ ഒരു മുന്നണിയുടെ നേതാവ് വന്നിട്ടാണ് പറയുന്നത് അവർ തമ്മിൽ ഡീലാണ് എന്ന്. അതെന്ത് പരിപാടിയാണ്? രാഹുൽ ഗാന്ധിക്ക് ഇതൊക്കെയാണോ ജോലി? കൗണ്ടർ ആരോപണം ഉന്നയിക്കലാണോ മൂപ്പരുടെ ഡ്യൂട്ടി? ഐക്യ ജനാധിപത്യ മുന്നണി ജയിച്ചാൽ അത് BJPക്ക് അനുകൂലമായിരിക്കും. BJPയുടെ B ടീമാണ് എന്ന നിലയിൽ UDFന്റെ മുഴുവൻ ലീഡർഷിപ്പിനെയും വലിയ തോതിൽ വർഗീയമായി ടാർണിഷ് ചെയ്യുകയും ആ മലീഷ്യസ് ക്യാമ്പയിൻ നടത്തിയാൽ ആ ക്യാമ്പയിനെ അതിജീവിക്കാനും ആ ക്യാമ്പയിനെ പ്രതിരോധിക്കാനും നാഷണൽ ലീഡർഷിപ്പിന് ബാധ്യതയുണ്ട്, ഉത്തരവാദിത്വമുണ്ട്. ആ ഉത്തരവാദിത്വമാണ് രാഹുൽ ഗാന്ധിയും മല്ലികാർജുൻ ഖാർഗെയും കേരള തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൽ പ്രധാനമായും പരാമർശിച്ചത്. എന്താല്ലേ, ദേശീയ രാഷ്ട്രീയം നിയന്ത്രിക്കേണ്ട ആളാണ് രാഹുൽ ഗാന്ധി. കൂടെ നടക്കുന്നവരെ പറ്റി കൗണ്ടർ പറയലാണ് അത്ര ഡ്യൂട്ടി. ഇനി എന്തെല്ലാം കൗണ്ടർ കൂടെ നടക്കുന്നവരെ കുറിച്ച് പറയും. ശരിക്കും ആ യോഗത്തിൽ എന്തായിരിക്കും നടന്നത്? യഥാർത്ഥത്തിൽ ഈ യോഗത്തിൽ നടക്കുന്ന കാര്യങ്ങളെ കുറിച്ച് ഞങ്ങൾ പുറത്ത് പറയാൻ പാടില്ലാത്തതാണ്. പക്ഷേ NK പ്രേമേന്ദ്രൻ സാറ് പറഞ്ഞല്ലോ. പ്രേമേന്ദ്രൻ പറഞ്ഞുകൊണ്ടാണെന്ന് അറിയില്ല, ഇന്ന് ചില പത്രങ്ങളിൽ ചില വാർത്ത വന്നിട്ടുണ്ട്. വാർത്തയും വന്നാ ദ ന്യൂ ഇന്ത്യൻ എക്സ്പ്രസ്സിൽ ഈ വാർത്ത വന്നു. അത് ശരി. പക്ഷെ ആ വാർത്ത അപൂർണമാണ്. അതെന്താ വാർത്ത ഫുള്ളായിട്ടില്ല? അദ്ദേഹം ഇങ്ങനെ ഇടതുപക്ഷം ഇസ് നോ മോർ ഇടതുപക്ഷമല്ല എന്ന ഒരു ആരോപണം കേരളത്തിൽ വന്ന് നടത്തി. അത് ശരിയായില്ല എന്ന് D രാജ പറഞ്ഞപ്പോൾ അങ്ങനെ പറയാൻ അദ്ദേഹത്തിൻ്റെ കയ്യിൽ വസ്തുതകളുണ്ട് എന്ന് അദ്ദേഹം പറഞ്ഞു. ഇതാണ് ഇന്ന് പത്രത്തിൽ വന്നിരിക്കുന്നത്. അല്ലെങ്കിൽ പ്രേമേന്ദ്രൻ പറഞ്ഞു കൊടുത്തിട്ടായിരുന്നു എനിക്കറിയില്ല, പത്രത്തിൽ വന്നു. പൂർണ്ണല്ല എന്ന് പറയാൻ എന്താ കാരണം? ബാക്കി എന്തെങ്കിലും ഉണ്ടായിനാ? അങ്ങനെ അദ്ദേഹം പറഞ്ഞപ്പോൾ പിന്നീട് തിരിച്ചു പറഞ്ഞതും പിന്നീട് എന്തെങ്കിലും സംഭവിച്ചതുമായ കാര്യങ്ങളുണ്ടായോ? യഥാർത്ഥത്തിൽ അങ്ങനെ അദ്ദേഹം പറഞ്ഞപ്പോൾ ഞാൻ ചോദിച്ചു, നിങ്ങളുടെ കയ്യിൽ എന്ത് ഫാക്ട്സ് ആണുള്ളത്? ആ വസ്തുത പറയാൻ പറഞ്ഞു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, കേരളത്തിലേക്ക് അദാനിയെ കൊണ്ടുവന്നത് ഇടതുപക്ഷമാണ്, അതുകൊണ്ടാണ് ഇടതുപക്ഷത്വം ഇല്ലാതെ പോയത് എന്ന് അദ്ദേഹം പറഞ്ഞു. അപ്പോൾ തന്നെ ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, മറ്റുള്ളവരൊക്കെ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങളുടെ ഫാക്ട്സ് റോങ് ആണ്. അദാനിയെ കേരളത്തിലേക്ക് ക്ഷണിച്ചു കൊണ്ടുവന്നത് ഉമ്മൻചാണ്ടി സർക്കാരാണ്, UDF സർക്കാരാണ്. അതേക്കുറിച്ച് ഒരു CAG റിപ്പോർട്ട് തന്നെയുണ്ട്, അതും വേണമെങ്കിൽ വായിച്ചു നോക്കിക്കോളാൻ പറഞ്ഞു. ഇതാണ് യഥാർത്ഥത്തിൽ അവിടെ നടന്നത്. അവിടെ നടന്ന കാര്യങ്ങൾ ഞാൻ പറയാൻ പാടില്ലാത്തതാണ്, പക്ഷേ എന്നെ പറയാൻ പ്രകോപിപ്പിക്കുകയും പ്രചോദിപ്പിക്കുകയും ചെയ്തുകൊണ്ട് മാത്രമാണ് ഇത്തരം കാര്യങ്ങൾ. രാഹുൽ ഗാന്ധിയുടെ കയ്യിൽ ഉണ്ട് എന്ന് പറഞ്ഞ ഫാക്ട് ശരിയായിരുന്നില്ല എന്നാണ് പറയുന്നത്. അദാനിയെ കേരളത്തിലേക്ക് കൊണ്ടുവന്നതാണ് അദ്ദേഹത്തിൻ്റെ കയ്യിലുള്ള ഫാക്ട്. ആ ഫാക്ട് തന്നെ തെറ്റാണ്. പിന്നെ വേറൊരു കാര്യം, കോൺഗ്രസ് ഭരിക്കുന്ന മറ്റ് സംസ്ഥാനങ്ങളിലേക്ക് അദാനിയെ കൊണ്ടുപോയല്ലോ എന്നുള്ള കാര്യം അദ്ദേഹം പരിശോധിക്കണം. ഛത്തീസ്ഗഡിൽ ഭൂപേഷ് ബേഗൽ ഭരിച്ചുകൊണ്ടിരിക്കുമ്പോൾ, അശോക് ഗെഹ്ലോട്ട് രാജസ്ഥാനിൽ ഭരിച്ചുകൊണ്ടിരിക്കുമ്പോൾ, എന്തിനേറെ അദ്ദേഹത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട തോഴനായ രേവന്ത് റെഡ്ഡി ഭരിക്കുന്ന തെലങ്കാനയിലേക്ക് ഡേറ്റാ സെന്ററും മറ്റും ആരംഭിക്കാൻ വേണ്ടി അദാനിയെ സവിശേഷമായി വിളിച്ചുകൊണ്ട് പോയി. രേവന്ത് റെഡ്ഡിയുടെ കാര്യം വിട്. പിന്നെ രേവന്ത് റെഡ്ഡി പിന്നെ ഒരു കോൺഗ്രസ്സുകാരനാണെന്നുള്ള കാര്യത്തിൽ അവർക്ക് സംശയമുണ്ട്, രേവന്ത് റെഡ്ഡിക്ക് സംശയമുണ്ട്. അതുകൊണ്ടാണല്ലോ രേവന്ത് റെഡ്ഡി ഹിറ്റ്ലറുടെ ആരാധകനാണെന്നൊക്കെ പറഞ്ഞത്.
അദ്ദേഹം ഇപ്പോഴും RSS കാരനാണെന്ന് പറഞ്ഞ് മീനിങ് അടിക്കുന്ന ഒരാളാണ്. അപ്പോൾ അതുകൊണ്ട് അദ്ദേഹത്തിന് വേണമെങ്കിൽ ഒരു എക്സെപ്ഷൻ കൊടുക്കാം ഈ അദാനിയുടെ കാര്യത്തിൽ. പക്ഷേ മറ്റ് കോൺഗ്രസ് ഗവൺമെന്റുകൾക്ക് എന്ത് സംഭവിച്ചു എന്നുള്ളത് നോക്കുക. അതും പോട്ട്, കേരളത്തിലെ കാര്യം പറ. വിഴിഞ്ഞത്ത് അദാനി വന്ന കാര്യമുണ്ടല്ലോ, അതാണല്ലോ രാഹുൽ ഗാന്ധി ഉദ്ദേശിക്കുന്നത്, അത് പറ. കേരളത്തിലേക്ക് അദാനിയെ വിളിച്ചുകൊണ്ട് വന്നത് ആരാണ്? 29,000 കോടി രൂപയുടെ അധിക ആനുകൂല്യം ഈ കരാറിലൂടെ അദാനിക്ക് ലഭിച്ചു എന്ന് റിപ്പോർട്ട് ചെയ്തത് കംട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറലാണ്, ഉമ്മൻചാണ്ടി ഗവൺമെന്റിന്റെ തീരുമാനത്തെ മുൻനിർത്തി. അപ്പോൾ രാഹുൽ ഗാന്ധിക്ക് അത് അറിയാതിരിക്കുമോ? ഇവിടെ അദാനി പോർട്ടും വിഴിഞ്ഞും ഒക്കെ വന്നപ്പം ഇത്രയും വലിയ വിവാദമായപ്പം ഉമ്മൻചാണ്ടി നേരിട്ട് വന്ന് ആളുകളെ വിളിച്ച് പറഞ്ഞല്ലേ പണ്ട് ആ കല്ലിട്ട ദിവസം. അതിനുശേഷം നടന്നൊക്കെ അവിടെ ഇരിക്കട്ടെ, അത് ഉമ്മൻചാണ്ടി വന്നതും കല്ലിട്ടതും അദാനി വന്നതും ഒന്നും രാഹുൽ ഗാന്ധിക്ക് അറിയാതിരിക്കുമോ? രാഹുൽ ഗാന്ധി ഈ അദാനിയുടെ പേര് അവിടെ പരാമർശിക്കണമെങ്കിൽ അതിലെന്തെങ്കിലും രാഷ്ട്രീയ ദുരൂഹതയുണ്ടോ, പ്രഹേളികയുണ്ടോ, ആരെങ്കിലും അദ്ദേഹത്തെ അത് പറയാൻ പ്രേരിപ്പിച്ചോ? ഇതൊക്കെ നിങ്ങളെപ്പോലുള്ള അന്വേഷണാത്മക മാധ്യമ പ്രവർത്തകർ പരിശോധിക്കേണ്ട കാര്യമാണ്. ഇന്നത്തെ ദിവസം വേറെ ജോലിയൊന്നുമില്ലല്ലോ, ഇതിൻ്റെ പുറകെ പോകും. എന്നാൽ ധൈര്യമായിട്ട് ഇറങ്ങിത്തിരിക്കും. ഇനിയിപ്പോൾ സതീശന് ഉന്നം വെച്ചാണോ ഈ തെരഞ്ഞെടുപ്പ് റിസൾട്ടിന് തൊട്ട് മുമ്പ് മംഗലാപുരത്ത് പോയിന്നോ, ഏതോ BJP അലയൻസ് ചങ്ങായിയുമായിട്ട് ചർച്ച നടത്തിയെന്നോ, അദാനി ടീമിലുണ്ടായിരുന്നു, ആളുകളുമായി സംസാരിച്ചു എന്നൊക്കെ ശത്രുക്കൾ ഓരോന്നും മുഖ്യമന്ത്രിയെ പറ്റി പറഞ്ഞു നടക്കുന്നുണ്ടല്ലോ. നിങ്ങളുടെ ചാനലിൽ ഞാൻ വാർത്ത കൊണ്ടു, അദ്ദേഹം പ്രത്യേക വിമാനത്തിൽ എങ്ങോട്ടോ പോയിന്നോ, ബാംഗ്ലൂരേക്കോ മംഗലാപുരത്തേക്കൊക്കെ പോയെന്നോ, അവിടെ അദാനിയുടെ പ്രതിനിധികളെ കണ്ടു എന്നൊക്കെയുള്ള വാർത്തകൾ മാധ്യമങ്ങളിൽ കണ്ടു. അതിനപ്പുറം ഞാൻ അന്വേഷിച്ച് പോയിട്ടില്ല. എന്നാ കാരണം എന്ന് വെച്ചാൽ അദ്ദേഹം അതേക്കുറിച്ച് വ്യക്തമാക്കേണ്ട സമയമായിട്ടുണ്ട്. എന്നാ കാരണം വെച്ചാൽ പ്രത്യേകിച്ച് ഇന്ത്യ അലയൻസ് യോഗത്തിൽ രാഹുൽ ഗാന്ധി തന്നെ ഇടതുപക്ഷത്തെ ചോദ്യം ചെയ്യാൻ വേണ്ടി അദാനിയെ ഉപയോഗിച്ചതുകൊണ്ട് സ്വാഭാവികമായിട്ടും ഇനി അദ്ദേഹത്തിൻ്റെ ദൗത്യത്തെക്കുറിച്ച് അല്ലെങ്കിൽ പ്രത്യേക വിമാനത്തിലുള്ള പറക്കലിനെ കുറിച്ച് കൂടി വിശദമാക്കേണ്ടി വരും. അതല്ലെങ്കിൽ അദ്ദേഹം വിശദമാക്കണമെന്ന് ചില കോൺഗ്രസ് നേതാക്കൾ ആഗ്രഹിക്കുന്നുണ്ടാകും. ആ ആഗ്രഹത്തിൻ്റെ പശ്ചാത്തലത്തിലായിരിക്കുമല്ലോ ഇങ്ങനൊരു ചോദ്യം എന്നോട് ചോദിച്ചത്. അദാനിയിലാണ് പിടിച്ചിരിക്കുന്നത്. VD സതീശൻ മുഖ്യമന്ത്രിയാകുന്നതിന് തൊട്ട് മുമ്പ് ചാർട്ടേഡ് ഫ്ലൈറ്റിൽ അദാനി കമ്പനിയുമായി മംഗലാപുരത്ത് ആലോചന നടത്തിയെന്നാണ് അവർ പറയുന്നത്. അവിടെ ഇടനിലക്കാരായി BJPയുടെ പ്രധാന സഖ്യകക്ഷിയായ JDSൻ്റെ നേതാവ് ഉണ്ടായിരുന്നു. എന്നാൽ എന്താണ് ഇതിൻ്റെ രഹസ്യം? അത് കഴിഞ്ഞ് തുറമുഖ വകുപ്പ് മുഖ്യമന്ത്രിയായതിനു ശേഷം ഏറ്റെടുത്തു. കടൽ വഴിയുള്ള പുതിയ യാത്രാ പദ്ധതി പ്രഖ്യാപിച്ചു. ധവളപത്രത്തിൽ സ്വകാര്യവൽക്കരണം മുഖ്യ പരിപാടിയാക്കി കൂടി അവതരിപ്പിച്ചു. പലർക്കും ഇതൊക്കെ കേൾക്കുമ്പം എന്തോ ഒരു സ്പെൽ മിസ്റ്റേക്ക് അറിയുന്നുണ്ട്. ആശുപത്രിയും സ്കൂളും കടലും വരെ മുമ്പിൽ ഇരിക്കുകയാണല്ലോ. വേറൊരു സൈഡ് അദാനിയായിട്ടുള്ള ചർച്ച ഇരിക്കുകയാണല്ലോ. അവിടേക്കാണ് VD സതീശൻ്റെ അദാനി ബന്ധത്തെക്കുറിച്ചും ചാർട്ടേഡ് ഫ്ലൈറ്റ് യാത്രയെക്കുറിച്ചും ചോദ്യങ്ങൾ വരുന്നത്. ഇക്കാലമായിട്ട് മൂപ്പരൊരു അക്ഷരം അതിനെപ്പറ്റി മിണ്ടിയിട്ടില്ല. ചോദ്യത്തോട് ചോദ്യം വരുമ്പോൾ തുറന്നിട്ട മാധ്യമ സ്വാതന്ത്ര്യ ഗേറ്റുകളൊക്കെ അടക്കപ്പെട്ടതായിട്ടാണ് ഇന്നിപ്പോൾ രാവിലെ നോക്കിയപ്പോൾ ചാനലുകളിലൊക്കെ വാർത്ത കണ്ടത്. സെക്രട്ടേറിയറ്റിലാകെ തന്നെ മാധ്യമ നിയന്ത്രണവും വരുത്തിയത്രേ. എന്താ കഥ? ദേശീയതലത്തിൽ അദാനിയുമായി രാഹുൽ ഗാന്ധി ഏറ്റുമുട്ടുമ്പോൾ VD സതീശന് പ്രത്യേകമായി വല്ല പദ്ധതിയുണ്ടോ? രാഹുൽ ഗാന്ധി അതൊക്കെ മനസ്സിൽ വെച്ചാണോ അദാനി യുദ്ധം വീണ്ടും എടുത്തിട്ടത്? KC വേണുഗോപാൽ എന്ത് ചെയ്യുകയാണ്? ഈ വിവാദത്തിൽ മറ്റെന്തെങ്കിലും ഒളിഞ്ഞിരിപ്പുണ്ടോ? രാഹുലിൻ്റെ നീക്കം VD സതീശനെ കൂടി മുന്നിൽ കണ്ടുകൊണ്ടാണോ? ഇങ്ങനെയൊക്കെ ആളുകൾ ചോദിക്കുന്നു കേട്ടോ. ഒന്നും നമുക്കറിയില്ലേ, എന്തൊക്കെയോ ചീഞ്ഞു നാറുന്നുണ്ട് എന്ന് ഉറപ്പാണ്. എന്തായാലും നമുക്ക് കാത്തിരുന്ന് കാണാം, അല്ലാണ്ട് വേറെ കൈ ചോറ പിടിക്കാം. നന്ദി, നമസ്കാരം.